ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറന്റ് ചാലക്കുടി പോട്ട. ഏറ്റവും വലിയ പ്രത്യേകത മെനു നോക്കിയല്ല ഓർഡർ ചെയ്യുക, നേരിട്ട് ബോച്ചയുടെ ബുച്ചറില് ഇവിടെ നിന്നോ നേരിട്ട് അവിടെ പോയോ നിങ്ങൾക്ക് നോക്കി കണ്ട് ഫ്രഷ് സാധനം സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. ടേബിളിൽ വരും. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി നമ്മളെത്തിയതാണ്. നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂർ ചാലക്കുടി കട്ടുള്ള പോട്ടയിലാണ്. ബോച്ചെ ദ ബുച്ചർ എന്ന് പറയുന്ന ഒരു ഇറച്ചിക്കട ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ബോച്ചെ ഫുഡ് കോർട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ടുള്ള ഫിഷും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ നമുക്ക് മേടിച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കഴിക്കാം. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ സംഭവം അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറും ടേബിൾ സെറ്റിങ്ങും അതുപോലെ ഒരുപാട് ആൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മാർക്കറ്റ്, ഈ പറഞ്ഞ മീനും ഇറച്ചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകം. ഇപ്പോൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ ഭാഗം ഇതാണ്. ഇനി നമുക്ക് ഇറച്ചിക്കടയിലേക്കൊന്ന് പോകാം. അവിടെ ടൈമും കാര്യങ്ങളൊക്കെ കോൺടാക്ട് നമ്പറും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫിഷൊക്കെ ചെറിയ വള്ളക്കാരുടെ കയ്യിൽ നിന്നും ഹാർബറിൽ നിന്നൊക്കെ അവിടെ മേടിക്കണം എഴുതിയിട്ടുണ്ട്. ലൈവ് ഫിഷ്, ചിക്കൻ, കാട, താറാവ്, ബീഫ്, മട്ടൺ എല്ലാത്തിൻ്റെ കൗണ്ടർ അവിടെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നേരിട്ട് മേടിക്കാം. അപ്പോഴേക്ക് നമ്മുടെ ബോച്ചെ എത്തിയിട്ടുണ്ട് കേട്ടോ. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താ സുഖാണോ ചാലക്കുടി? എല്ലാവരും വെൽക്കം. ബോച്ചെ ഫുഡ് നോ ഗ്യാസ്. ഇതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നോ ഗ്യാസ്. ഓക്കെ. ജാപ്പനീസ് സുഷി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടെ. കാരണം അത് ജാപ്പനീസ് ഓതന്റിക് ആയിട്ടുള്ള ഐറ്റംസ് കേരളത്തിൽ തന്നെ കുറവ്. ആകെ 2 റെസ്റ്റോറൻ്റ് ഉള്ളൂ. ഇത് 3ാമത്തെ റെസ്റ്റോറൻ്റ് ആണ് കേരളത്തിലെ. ദ റിയൽ ഒറിജിനൽ സുഷി. ഫിഷ് ഐറ്റം ആണ് നമ്മൾ വാങ്ങി ഫ്രീസറിൽ വെച്ചൊക്കെ ഉണ്ടാക്കണം. ഇവിടുന്ന് ഫ്രഷ് അറുത്തെടുത്തിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കും. ആ ടേസ്റ്റ് നമുക്ക് കഴിച്ചാൽ ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടി സുഷി. നമ്മൾ ആദ്യമായിട്ട് സുഷി കഴിച്ചു. സുഷി മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ കിട്ടി. കൊച്ചപ്പാനി ഇവിടെയല്ല, ഇവിടെ പബ്ബിലാണ്. മോക്ടെയിൽ, മൊജിറ്റോ അങ്ങനെ എല്ലാം ഉണ്ട്. ആരും കണ്ടിട്ട് ഫിറ്റ് ആവുന്നില്ല. ഗ്യാപ്പ് ഇട്ടുണ്ട്. ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ടച്ചിങ്സിന് നാരങ്ങ മറ്റിങ്ങനെ എങ്ങനെയുണ്ട് അഭിപ്രായം? സൂപ്പർ. ഇത് കാണുമ്പോ ബാറാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആരെ ഡിസൈൻ ചെയ്തത്? ഞാൻ ഡിസൈൻ ചെയ്തത്. ഇറച്ചിക്കടയും റെസ്റ്റോറൻറ്റ് ഒരുമിച്ചാണ്. ഫ്രഷ് എടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് മീൻ വേണോ, എന്ത് വേണോ, ഏത് ഐറ്റം വേണോ അത് ചൂണ്ടിക്കാണിച്ച് അപ്പം തന്നെ അത് എടുത്തിട്ട് ഇപ്പോഴത്തെ ഉണ്ടാക്കുകയാണ്. ആ ഫ്രഷ്നെസ് നിലനിർത്താൻ ഇങ്ങനെ ഇറച്ചിക്കടയും റെസ്റ്റോറൻറ്റ് ഒരുമിച്ചുള്ള ഒരു സംഭവം കേരളത്തിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറം രാജ്യത്തിൽ കണ്ടപ്പോൾ അതൊന്ന് കോപ്പി ചെയ്തതാണ്. നോ ഗ്യാസ്. കാരണം പലർക്കും ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറുണ്ടെന്ന് പൊതുവെ ഒരു പരാതിയാണ്. അപ്പോൾ എങ്ങനെ
നമുക്കത് റെഡ്യൂസ് ചെയ്യാം. പിന്നെ ഗ്യാസ് വീക്ക്നെസ് ആയിട്ടുള്ളവൻ ഗ്യാസിൻ്റെ കൂടെ ഇത് നിലനിൽക്കും. എങ്കിലും ഒരു പരിധി വരെ ഗ്യാസ് ട്രബിളും കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഫുഡ് ക്വാളിറ്റേറ്റീവ് ഫുഡ് എന്നുള്ളത്. കാരണം ഈ ഫുഡിൻ്റെ മസാല ഇൻഗ്രീഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ഈസ് എ ഹെൽത്തി ഫുഡായിരിക്കണം. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഹെൽത്തി ഫുഡ് സജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ജാപ്പനീസ് ഫുഡ് ഓൾവേസ് ഇറ്റ്സ് വെരി ഹെൽത്തി. ഞാനെന്തിനു പറയാം, സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന റേറ്റിലാണ് ഇത് വെച്ചിട്ടുള്ളത്. സാധാരണ നിങ്ങൾക്കറിയാം ജാപ്പനീസ് ഫുഡൊക്കെ 900, 1000 പ്ലസ് ടാക്സ് എന്നൊക്കെ പറയുന്നത് അത് വെറും 100 ചില്ലാൻ 200 ചില്ലാൻ എന്ന് പറയുന്ന ലെവലിലേക്ക് ഇതിന്റെ ബേസ് തുടങ്ങുകയാണ്. ജാപ്പനീസ് ഫുഡിൽ ആരെങ്കിലും അങ്ങനെ മിച്ചം വരുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അതുപോലെ ഇപ്പൊ സാധാരണക്കാർക്ക് എല്ലാം ആർക്കും വന്ന് കഴിക്കാം. എല്ലാവരും ജാപ്പനീസ് ഫുഡ് കഴിക്കാം. ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്, റിച്ച് ഇന്റീരിയർ ആണ്. അങ്ങനെ നമ്മുടെ ബോച്ചെ ദ ബുച്ചറിൽ കയറിയിട്ട് ബീഫ് കട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കട്ട് ചെയ്യണ വിഷ്വൽ ഞാനതിവിടെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബീഫ് ബ്രിസ്ക്കറ്റ് കട്ടാക്കാൻ വേണ്ടി ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ മീൻകടയിലും പോയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷ് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ബീഫും കൊണ്ട് നേരെ മീൻകടയിലായിട്ട് കയറുന്നു. അതൊരു നെയ്മീനൊക്കെ എടുത്ത് പുള്ളി കാണിച്ചെങ്കിലും അത്രയും വലുതൊന്നും പെട്ടെന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടില്ലല്ലോ, സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ കാളാഞ്ചിയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഓരോ മീനും പിടിച്ച് ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. സംഭവം അടിപൊളിയായി. ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ കൂന്തലാണ് കേട്ടോ. അത്യാവശ്യം വലിയ സൈസ് കൂന്തലൊക്കെ അവിടെ ഉണ്ട്. ബോച്ചയുടെ ഈ മീൻ മാർക്കറ്റിൽ എന്തൊക്കെ മീനുണ്ട്, അതുപോലെ അതിൻ്റെ വില എന്ത് വില വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ മുകളിൽ ഐ കാർഡായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഒരു കയ്യിൽ ഗ്രില്ല് ചെയ്യാനുള്ള കാളാഞ്ചി, മറ്റേ കയ്യിൽ ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ബീഫുമായിട്ട് ബോച്ച ഇറങ്ങിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ മീനുകളെല്ലാം ഒറ്റ ഷോട്ടിൽ കാണിച്ചാൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടാൻ പോകാം കേട്ടോ. പിന്നെ ഇന്ന് ഫ്രീ ടേസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഫുഡ് ടേസ്റ്റ് ചെയ്യാം. വെറൈറ്റി ഐറ്റംസ് ആണ്. അത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ബോച്ച ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ബൈക്ക് സമ്മാനം, സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ്. ഒരു വർഷം മുഴുവൻ ബോച്ച ഫുഡ് ആൻഡ് നോ ഗ്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫുഡ് വയറ് നിറച്ച് കഴിക്കാം. അങ്ങനെ ഒരു വർഷം കഴിക്കാം. സെക്കൻഡ് തേർഡ് പ്രൈസ് മറക്കരുത്. 3 സമ്മാനങ്ങളാണ്. ആദ്യം പൊളിച്ച് കോഴിയുടെ മുട്ട കിട്ടും.
ഒരുപാട് ഫ്ലേവറിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. ഇതൊരു സ്മോക്കിന്റെ ഒരു പുക, ഒരു പുകടിച്ച പോലെ. അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഔഷധം തുടങ്ങാനുള്ള സമയത്ത് പക്ഷേ ആ മണമല്ല, ഇതുമായിട്ട് നല്ല പുക വരുന്നുണ്ട്. അസാധ്യമായ ടേസ്റ്റ്. തീർച്ചയായിട്ടും നല്ല ഫുഡാണ് കേട്ടോ. മസാല ഒഴിവാക്കണം. മസാല വളരെ ലൈറ്റായിട്ടുള്ള മസാല വേണം. വേണം. അടുത്ത ഐറ്റമായി തുടർന്ന് വരുന്നതായിരിക്കും. ഓരോ ഐറ്റംസ് ആയിട്ട് വരികയാണ്. പോച്ചെ പോയി കോഴിയൊക്കെ വരാം. എല്ലൂരാന്ന് പറഞ്ഞാൽ special dumpling. Wow. Right. കുറച്ചധികം നേരത്തെ ഷൂട്ടിങ്ങിന് ശേഷം നമ്മളും ടയർഡായിട്ട് ഒരു മൂഡൊക്കെ സെറ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കും ടേസ്റ്റ് ചെയ്യാനും ഭക്ഷണവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓരോരോ വെറൈറ്റി ഐറ്റം കിട്ടുന്നുണ്ട്. കഴിച്ചിട്ട് പറ എന്താ സസ്പെൻസ് ആണ്. കഴിച്ചിട്ട് പറ. ഞാനാണോ താറാവാണോ കോഴിയാണോ? കഴിച്ചിട്ട് പറ. കഴിച്ചിട്ട് പറ. കിട്ടിയല്ലേ കോയിലെവിടെ? കോഴി ഇവിടെ കുയിലെവിടെ? അപ്പോൾ ഒരുപാട് സ്മോക്കിംഗ് ഡിഷസും ബ്രിസ്ക്കറ്റും ബർഗേഴ്സും എല്ലാം ഉണ്ട്. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ബോച്ച തന്നെയാണ് വന്നിട്ട് എല്ലാവർക്കും സ്വന്തം കൈ കൊണ്ട് കൊടുക്കണം. അത് വളരെ അപൂർവമാണ്. അതിനൊരു കയ്യടി എല്ലാവരും ഒന്ന് ഒരു അടിപൊളി ഒരു കയ്യടി. എന്തോ പറയാൻ വരുന്നുണ്ട് നോക്കട്ടെ. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ലോകത്ത് എവിടെ പോയാലും ഈ ടേസ്റ്റ് കിട്ടില്ല. കാരണം ഇതിലൊരു സ്പെഷ്യൽ സാധനം ചേർത്തിട്ടുണ്ട്. അതെന്താ അറിയാം? അത് പറയുന്നത് അത് നമ്മുടെ ബിസിനസ് പ്രശ്നമില്ല. ഞാൻ എന്റെ ബോച്ചെ ലവ് ഇട്ടിട്ടുണ്ടാക്കിയതാണ്. മസാലയ്ക്കൊപ്പം ലവ്. അതാണ് ഇത്രയും ടേസ്റ്റ് ഇല്ലേ? അതെ, സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ? എന്നും കോഴിയെ സ്നേഹിച്ചാണ് ബോച്ച. അതെ എന്ന് തോന്നുന്നു. ബോച്ചെ അടുത്ത കോഴി. ബോച്ചെ അപ്പൊ എല്ലാവർക്കും കോഴി ഇവിടെ റെഡിയാണ്. നീലക്കുഴിയിൽ തന്നെ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ഇത് എടുത്തോ ഷാർക്ക് ഒരു കോഴി കണി ഞാൻ എന്ത് ചെയ്യണം? കഴിക്കാൻ അവസരമുണ്ട് കേട്ടോ. വാ കേട്ടോ, വാ. മടിച്ചു നിൽക്കേണ്ട. കടന്നു വരൂ സുഹൃത്തുക്കളെ, മടിച്ചു നിൽക്കരുതേ. അടിപൊളി മസാലയാണ്. ഷാർക്ക്
ബോച്ചെ ഫിഷ് ഡാൻസ്. ബോച്ചെ ഫിഷ് ഡാൻസ്. ബോച്ചെ പൊളിച്ചു കേട്ടോ. നീന്റെ ലുക്ക് മാറിപ്പോയിരിക്കും. അത്ര ടേസ്റ്റ് നമ്മുടെ ബോച്ചയ്ക്ക് നല്ല കൈയടി കൊടുത്തേ. ചാലക്കുടിക്കാരെന്തൊരു എനർജിയിലാണ് നിൽക്കണേ. നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഫുഡ് ലോഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൈയടിച്ചേ. ഇനി നമ്മള് എറണാകുളത്തേക്ക് ഒന്നും പോകണ്ട സ്മോക്കേഴ്സും ബ്രിക്സും കഴിക്കാനായിട്ട്. നമുക്ക് ഇവിടെ തന്നെ ഇത്രയും വലിയൊരു ഫെസിലിറ്റി നമ്മുടെ ബോച്ച് ചെയ്തു തന്നിരിക്കുകയാണ്. പിന്നെ ഇതാരോ ഒന്ന് പിടിച്ച എന്ത് കിട്ടിയാലും കൊടുക്കണ ഒരു സ്വഭാവമാണ്. ആരെങ്കിലും ക്രിക്കറ്റ് ക്യാച്ച് നല്ല പിടുത്തക്കാരുണ്ടോ എന്ന് നോക്കട്ടെ. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറന്റ് ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബോച്ചെ ബുച്ചറും റെസ്റ്റോറന്റും ഒരു കൊടക്കീഴിലാണ്. ഞാനിപ്പോ റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ മെനു വേണ്ട, ഞങ്ങളുടെ മെനു ചൂണ്ടിക്കാണിക്കലാണ്. അതാണ് നമ്മുടെ ബോച്ചെ ദ ബുച്ചർ. ഫിഷ്, ബീഫ്, ചിക്കൻ, വാട്ട് ഓൾ തിങ്സ് ഫ്രഷ് ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കാണാം. ഫ്രഷ് മീൻ, ഫ്രഷ് ബീഫ്, ഫ്രഷ് ചിക്കൻ, ഫ്രഷ് ഡക്ക്, എന്തും ആവട്ടെ ഫ്രഷ് ആയിട്ട് എടുത്ത് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരും. അതാണ് പ്രത്യേകത. ഇത് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റും ഇറച്ചിക്കടയും മീൻകടയും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ. പിന്നെ ജാപ്പനീസ് സുഷി ആൻഡ് ഡിംസും, ബർഗർ, പിസ്സ, ബോച്ചെ സ്മോക്ക് and Chinese items, especially Japanese special items ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഇടയിൽ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ അപ്പുറത്തോടെ പോയിട്ട് മാർക്കറ്റിൽ പോയി സെലക്ട് ചെയ്യാം. മാർക്കറ്റും റെസ്റ്റോറൻറ്റും ഒരുമിച്ച് ഒരു കൂടെ കീഴും. അതാണ്, അല്ലാണ്ട് മെനു നോക്കിയല്ല ഓർഡർ ചെയ്യുന്നത്. ഫിഷും ചിക്കനും ഒക്കെ നോക്കിയാണ് ഓർഡർ ചെയ്യണത്. ഫ്രഷ് ആണോ എന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുത്തിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യണം. മെനു നോക്കിയല്ല ഇവിടെ ഓർഡർ ചെയ്യണത്. അതാണ് ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത. ബോച്ചെ ഫുഡ് നോ ഗ്യാസ് റെസ്റ്റോറന്റ്. ബീഫ് ബ്രിസ്ക്കറ്റ്, ബർഗർ, പിസ്സ, വാട്ട് ഓൾ സ്പെഷ്യാലിറ്റീസ്. ഒരുപാട് ആളുകളും ക്രൗഡൊക്കെ ഉള്ള ഒരു ഇവന്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ രാജുവേട്ടൻ്റെ വെഡ്ലോക്ക് ഇവന്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ധൈര്യപൂർവ്വം ഇവരെ വിശ്വസിച്ചേൽപ്പിക്കാവുന്നതാണ്. അതുപോലെ ബോച്ചയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്തേക്കാം. വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം.